അല്ലാഹു പറയുകയാണ്, പരിശുദ്ധമായ ഖുർആനിനെ പരിഗണിക്കാതെ വരുമ്പോൾ അല്ലാഹു തരുന്ന ദുനിയാവ് നിന്നെ ഇടുക്കമാക്കുകയാ. ഈ ദുനിയാവിൽ അല്ലാഹു ഞെരുക്കമാക്കുകയാണ്. സമാധാനമില്ല, സന്തോഷമില്ല, കിട്ടിയാ തികയുന്നില്ല. പ്രശ്നവും പ്രയാസവും ദുരിതവും രോഗവും ദുഃഖവും എല്ലാം നിന്റെ ജീവിതത്തിൽ അല്ലാഹു നിനക്കൊന്നിനു പുറകെ ഒന്നൊന്നായി തരികയാണ്. അതുമാത്രമല്ല, പരലോകവും അല്ലാഹു ഇടുക്കമാക്കുകയാ. നിന്റെ ദുനിയാവും പോകും. ഖസറത് ദുനിയാ വല്ലാഖിറ. നിന്റെ ദുനിയാവും നിന്റെ ആഖിറവും നഷ്ടപ്പെടുകയാ. രണ്ടും പരാജയപ്പെടുമല്ലോ. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, വമൻ അറള അൻ ദിക്രി ഫഇന്ന ലഹു മഈസതൻ ലൻകാ വനഹ്സുറുഹു യൗമൽ ഖിയാമത്തി അഅമാ. കാടാമ്പുഴ പള്ളിയുടെ ഖബർസ്ഥാനിൽ നിന്ന് നീ ഇങ്ങനെ എഴുന്നേറ്റ് വരികയാണ്. നാളെ പടച്ച റബ്ബിന്റെ പരലോകത്തേക്ക് നീയൊക്കെ ഖബറിനകത്ത് നിന്ന് എഴുന്നേറ്റ് വരുമ്പോ ചിലരുടെ കണ്ണ് കാണുന്നില്ല. അന്ധനെ പോലെ വരികയാ, അന്ധനെ പോലെ വരികയാ. അല്ലാഹുവിനോട് ചോദിക്കുകയാണ്. കണ്ണ് കാണാതെ തപ്പിത്തടഞ്ഞു വരുന്നവന് അല്ലാഹുവിനോട് ചോദിക്കുകയാണ്, ഖാല റബ്ബി ലിമ ഹസർതനി അഅമാ വഖദ് കുൻതു ബസീറാ. എന്റെ കണ്ണിന് കാഴ്ചയുണ്ടായിരുന്നല്ലോ റബ്ബ്, ദുനിയാവിൽ എനിക്ക് കാഴ്ചയുണ്ടായിരുന്നല്ലോ റബ്ബ്, ചെവി കേൾക്കുമായിരുന്നല്ലോ റബ്ബ്, ഇന്നെനിക്ക് കണ്ണ് കാണുന്നില്ലല്ലോ, എന്റെ ചെവി കേൾക്കുന്നില്ലല്ലോ. ഖാല റബ്ബി ലിമ ഹസർതനി അഅമാ വഖദ് കുൻതു ബസീറാ. അല്ലാഹു പറയുകയാണ്, ഖാല കദാലിക അതതുക ആയാതുനാ ഫനസീതഹാ വകദാലികൽ യൗമ തുൻസാ. എടാ, ഖുർആനിന്റെ ആയത്ത് ദുനിയാവിൽ വെച്ച് ഓതി തന്നപ്പോ നീ പൊട്ടനെ പോലെ കളിച്ചവനല്ലേ, നീ പൊട്ടവനെ പോലെ അഭിനയിച്ചവനല്ലേ, കാണാത്തവനെ പോലെ കേൾക്കാത്തവനെ പോലെ, കാണാത്തവനെ പോലെ കേൾക്കാത്തവനെ പോലെ എത്ര പറഞ്ഞു തന്നിട്ടും നിനക്ക് തിരിഞ്ഞില്ലല്ലോ. അതുകൊണ്ട് മോനെ, ഇന്ന് നീ അങ്ങനെ ആയിരിക്കുകയാണ്, നിന്നെ ഇന്ന് അങ്ങനെ മാറ്റിയിരിക്കുകയാണ്. നാളെ പരലോകത്തും അവന് പരാജയപ്പെട്ടു പോവുകയാ. ദുനിയാവും പോയി, ആഖിറവും പോയി. അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിനെ പരിഗണിക്കാതെ വരുമ്പോ അല്ലാഹു തരുന്ന അഞ്ചാമത്തെ ശിക്ഷ, അല്ലാഹു അവന്റെ ദുനിയാവും അവന്റെ ആഖിറവും അല്ലാഹു ഇടുക്കമാക്കി കളയുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ, കളിക്കല്ലേ, നിസാരമാക്കല്ലേ, പരിഗണിക്കണേ. അല്ലാഹുവിന്റെ കലാമാണെന്നുള്ള ബോധം വേണം. അല്ലാഹുവിന്റെ ഖുർആനാണ്. ഒന്നുമില്ലാതെ തുടരുത്. കിബിലയുടെ നേരെ വിരുന്ന് വേണം ഓതാൻ. ഇടയ്ക്ക് സംസാരിക്കരുത്. ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് സദഖല്ല പറയാതെ സംസാരിക്കരുത്. അത് ബഹുമാനിക്കണം, അതിനെ ആദരിക്കണം, അതിന് മഹത്വം കൊടുക്കണം. ഇല്ലെങ്കിലോ ഖുർആന് നാളെ നിന്നെ സ്വർഗത്തിൽ കൊണ്ടുപോകാൻ അവസരമുണ്ട്, നരകം വാങ്ങിത്തരാനും അവസരമുണ്ടെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ഖുർആനിന് സ്വർഗത്തിൽ കൊണ്ടുപോകാനും അവസരമുണ്ട്, നരകത്തിൽ കൊണ്ടുപോകാനും അവസരമുണ്ട്. നീ സൂക്ഷിച്ചു കൊള്ളണം. ഒന്നുമില്ലാതെ തുടരുത്. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഒന്നുമില്ലാതെ ഖുർആൻ തൊടാൻ പാടുണ്ടോ? ചില വീട്ടിൽ ചെന്നിട്ട് ചോദിക്കും, കാക്ക ഖുർആൻ എന്തേ? മോനെ ഇങ്ങെടുത്തോണ്ട് വാടാ. എനിക്കൊന്നുമില്ല, മോനെ എടുത്തോണ്ട് വാടാ. ആയത്തിനെ പരിഗണിക്കില്ലല്ലോ. ഇത് ഓതുന്നത് അല്ലാഹുവിന്റെ കലാമാണെന്ന് എനിക്കും നിങ്ങൾക്കും തോന്നാറില്ലല്ലോ. നമുക്ക് വളരെ നിസ്സാരമാണല്ലോ. ഒരു ചെവിയിലൂടെ കേട്ട് മറു ചെവിയിലൂടെ കളയുകയാണല്ലോ. എങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ, ഖുർആൻ ഓതാത്തവന്റെ എല്ലാ, പഠിക്കാത്തവന്റെ എല്ലാ, അനുസരിച്ച് ജീവിക്കാത്തവന്റെ എല്ലാ, കള്ളു കുടിച്ചവന്റെ എല്ലാ, വ്യഭിചരിക്കുന്നവന്റെ എല്ലാ, പലിശ തിന്നുന്നവന്റെ എല്ലാ, അല്ലാഹുവിനെ മറന്നു നടക്കുന്നവന്റെ ശിക്ഷയല്ല
വേണ്ടിയല്ല. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്തുകൾ കേട്ടിട്ട് അതിനെ നിസാരമാക്കി കളയുന്ന മനുഷ്യ, അല്ലാഹുവിന്റെ ഖുർആനിന്റെ ആയത്തുകൾ ഉസ്താദന്മാർ ഓതിയിട്ടർത്ഥം പറയുമ്പോ തമാശ പറഞ്ഞുകൊണ്ട് കളിയും ചിരിയുമായി ഇതൊന്നും നമുക്കുള്ളതല്ലെന്ന് പറഞ്ഞു നടക്കുന്നവരുണ്ടല്ലോ. പടച്ചവനെ ഒരു ചെവിയിലൂടെ കേട്ട് മറു ചെവിയിലൂടെ കളയുകയാണ്. അതിനെ ഉൾക്കൊള്ളുന്നില്ലല്ലോ, അതിനെ പരിഗണിക്കുന്നില്ലല്ലോ, അതുപോലെ ജീവിക്കുന്നില്ലല്ലോ. കളിയാക്കുകയാണ്, പരിഹസിക്കുകയാണ്, നിസാരമാക്കുകയാണ്, നിന്ദ്യമാക്കുകയാണ്. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആന് പരിഗണിക്കാത്ത മനുഷ്യ, നിനക്ക് അല്ലാഹു തരുന്ന ശിക്ഷ എന്തെന്നറിയുമോ? നിനക്ക് അല്ലാഹു തരുന്ന ശിക്ഷ എന്താ? എന്റെ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമായ ഖുർആൻ പറയുകയാ, അല്ലാഹു നിങ്ങൾക്ക് തരുന്ന ശിക്ഷ എന്തെന്നറിയുമോ? എണ്ണി എണ്ണി പറഞ്ഞു തരാം സഹോദരാ. ഇന്ന് വരെ നിങ്ങൾ ഖുർആൻ കേട്ടിട്ടില്ലെങ്കിലും ഇപ്പൊ ഓതാൻ പോവുകയാണ്. ഈ പറയുന്ന ആയത്തുകൾ നിങ്ങൾ കേൾക്കുകയാണല്ലോ, ഈ പറയുന്ന ആയത്തുകൾ നിങ്ങൾ കേൾക്കുകയാണല്ലോ. പക്ഷേ ഈ ആയത്ത് നിങ്ങൾ ഉൾക്കൊള്ളാൻ തയ്യാറായിക്കോ? കേൾക്കേണ്ടതുപോലെ കേട്ടോ, ഇല്ലെങ്കിൽ അല്ലാഹു നിനക്ക് 10 ശിക്ഷയാണ് തരുന്നതെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ ഓതിയില്ലെങ്കിലും ഞാനും നിങ്ങളും ഖുർആൻ കേൾക്കുന്നവരാണ്. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ കേട്ടിട്ട് നിസ്സാരമാക്കി കളയുന്നത് അത് ഉസ്താദന്മാർക്ക് പിരിക്കാൻ, അല്ലെങ്കിൽ അതിനു വേണ്ടി ഇതിനു വേണ്ടി എന്നൊക്കെ പറഞ്ഞ് നിസ്സാരമാക്കുകയല്ലേ. അള്ളാഹുവിന്റെ ഖുർആൻ കേട്ടിട്ട് അതിനെ പരിഗണിക്കാത്തവന് അള്ളാഹു തരുന്ന 10 ശിക്ഷ. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ, അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. ഉറക്കെ പറഞ്ഞ അള്ളാഹ് കാക്കുമാറാകട്ടെ. ഒറ്റ ഹദീസ് പോലും ഞാൻ പറയൂല, 10 ആയത്ത് ഓതി തരാം. ഞാൻ ഒറ്റ ഹദീസ്, ഇന്നത്തെ വയലിൽ ഒരു ഹദീസ് പോലും പറയുന്നില്ല. ഖുർആനിന്റെ ആയത്ത് 10:30 വരെ സമയമുണ്ട്. ഇപ്പോൾ 9:30 ഇൻഷാ അല്ലാഹ് 1 മണിക്കൂറുണ്ട്. 10 ഒന്നും പറയൂല, പറ്റുന്നത്ര പറയും. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ, അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹു പറയുകയാ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ, അല്ലാഹുവിന്റെ കലാം കേട്ടിട്ട് പരിഗണിക്കാത്ത മനുഷ്യ, പേടിക്കണം മുസ്ലിമേ, ഭയപ്പെടണം ചെറുപ്പക്കാരാ. അല്ലാഹുവിന്റെ ഖുർആനിന്റെ ആയത്തുകൾ കേട്ട് നിസാരമാക്കുന്നവർ ഭയപ്പെടണം, സൂക്ഷിക്കണം, പേടിക്കണം. അല്ലാഹു പറയുന്ന 1ാമത്തെ ശിക്ഷ എന്തെന്നറിയുമോ? വമൻ അളിലമു മിമ്മൻ ദുഖിറ ബിആയാതി റബ്ബിഹി ഫഅറള അൻഹാ വനസിയ മാ ഖദ്ദമത് യദാ. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിവരിച്ചു തരികയാണ്. അല്ലാഹു ആയത്തിന്റെ അവസാനം പറയുകയാ, 1ാമത്തെ ശിക്ഷ എന്തെന്നറിയുമോ? വ ഇൻ തദഊഹും ഇലൽ ഹുദാ ഫലൻ യഹ്തദൂ ഇദൻ അബദാ. അല്ലാഹു തരുന്ന 1ാമത്തെ ശിക്ഷ, അല്ലാഹു തരുന്ന 1ാമത്തെ ശിക്ഷ, അല്ലാഹു പറയുന്നു വ ഇൻ തദഊഹും ഇലൽ ഹുദാ ഫലൻ യഹ്തദൂ ഇദൻ അബദാ. അല്ലാഹു തരുന്ന 1ാമത്തെ ശിക്ഷ എന്തെന്നറിയുമോ? എന്റെ പ്രിയമുള്ളവരെ, പല മക്കളും ഉസ്താദിന്റെ അടുക്കൽ വന്ന് പരാതി പറയുകയാണ്. ഉസ്താദേ, എന്റെ വാപ്പയ്ക്ക് പ്രായമായി, ഒരുപാട് രോഗമുണ്ട്, വാപ്പയുടെ ആരോഗ്യമെല്ലാം നഷ്ടപ്പെട്ടു, 50ഉം 60ഉം വയസ്സായി, 50ഉം 60ഉം വയസ്സായി, വാപ്പ നിസ്കരിക്കുന്നില്ല ഉസ്താദ്, വാപ്പ നന്മകൾ ചെയ്യുന്നില്ല ഉസ്താദ്, പ്രായം ചെന്നിട്ട് പോലും എന്റെ ഉപ്പയുടെ ദുസ്വഭാവങ്ങൾ മാറുന്നില്ലല്ലോ, എന്റെ ഉപ്പയൊന്ന് നന്നാകാൻ ദുആ ചെയ്യണേ. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, 60ഉം 65ഉം 70ഉം വയസ്സായിട്ട് മഗ്രിബ് നമസ്കാരത്തിന്റെ സമയത്ത് അല്ലാഹുവേ വീടിനകത്തിരുന്ന് ഖുർആൻ ഓതി ദിക്റുകൾ പറഞ്ഞ് ഇബാദത്ത് ചെയ്യേണ്ട മഗ്രിബിന്റെ ഇശായിന്റെ ഇടയിലുള്ള സമയത്ത് 65 വയസ്സുള്ള നിന്റെ ഉമ്മ ടിവിയുടെ ഫ്രണ്ടിലിരുന്ന് സീരിയൽ കണ്ടിട്ട് കരയുന്നല്ലോ. നീ തന്നെ ചിന്തിക്കുന്ന
സമയത്തൊന്നും എന്റെ ഉമ്മ നന്നാകാത്തതെന്താണ്? പ്രാസം നട്ട പോലും നന്നാകുന്നില്ലല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, ആ നന്നാകാത്തതിന്റെ കാരണം എന്തെന്നറിയുമോ? അല്ലാഹു പറയുകയാ, വൈന തദൂഹും ഇലൽ ഹുദാ ഫലയ്യഹുതദാ. അവന്റെ ഹൃദയത്തിന്റെ അകത്തേക്ക് ഈമാനിന്റെ വെളിച്ചം, ഹിദായത്തിന്റെ വെളിച്ചം അല്ലാഹു അവന്റെ ഹൃദയത്തിലേക്ക് കൊടുക്കില്ല. അല്ലാഹുവിന്റെ കലാമ് കേട്ടിട്ട് അതിനെ പരിഹസിച്ചവൻ, കളിയാക്കിയവൻ, നിന്ദിച്ചവൻ, നിസ്സാരമാക്കിയവൻ പിന്നെ ഒരു കാലത്തും അല്ലാഹു അവനെ നന്നാക്കില്ല. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അല്ലാഹുവിനെ മറന്ന് നടന്നു കഴിഞ്ഞാൽ പിന്നെ പടച്ച റബ്ബങ്ങ് ഒഴിവാക്കും. ഞാൻ പറഞ്ഞതല്ല, ഇത് ഞാൻ പറഞ്ഞതല്ല. നിങ്ങൾ ഉദാഹരണം ഞാൻ ചോദിക്കട്ടെ. 18ഉം 19ഉം വയസ്സുള്ള ഒരു പെൺകുട്ടി അമുസ്ലിമായ ഒരു ചെറുപ്പക്കാരനോട് പ്രണയമായി ഒളിച്ചോടി പിടിച്ചുകൊണ്ട് വീട്ടിൽ വന്നു. വാപ്പയും ഉമ്മയും തല്ലി നോക്കി, വാപ്പയും ഉമ്മയും ഭീഷണിപ്പെടുത്തി നോക്കി. കുട്ടിക്ക് അനങ്ങുന്നില്ല. അപ്പൊ ആരോ പറഞ്ഞു, സ്നേഹത്തോടെ ഒന്ന് പറഞ്ഞു നോക്ക്. എന്തെല്ലാം പറഞ്ഞു. ഉമ്മ കരഞ്ഞു നോക്കി, നിലവിളിച്ചു നോക്കി, മക്കളെ മരിക്കും ഞാൻ, എന്നാലും കുട്ടി അനങ്ങുന്നില്ല. എന്തെല്ലാം ഉപദേശങ്ങള് വരുന്നവനും പോകുന്നവനും കുടുംബക്കാരും നാട്ടുകാരും ഉപ്പയും ഉമ്മയും എല്ലാവരും ഉപദേശിക്കുന്നു. ആ 18 വയസ്സുകാരിയുടെ തീരുമാനത്തിൽ ഒരു മാറ്റവുമില്ല. അവസാനം പള്ളിക്കമ്മറ്റിക്കാരിടപെട്ടു. പള്ളിയിലെ ഖതീബ് നരകത്തെക്കുറിച്ചും ഖബറിനെക്കുറിച്ചും മരണത്തെക്കുറിച്ചും പരലോകത്തെക്കുറിച്ചും പറഞ്ഞു കൊടുത്തു. കേട്ട പരിചയം പോലും അവൾക്കില്ല. നാടും നാട്ടുകാരും കുടുംബക്കാരും മുഴുവനും ഉപദേശിച്ചിട്ടും അവളോട് ചോദിച്ചു, എന്താ നിന്റെ തീരുമാനം? എനിക്ക് അവനെ തന്നെ മതി. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. എടോ, സ്വന്തം ഉമ്മ പറയുകയാ, ഞാൻ മരിക്കും മോളെ, നീ പോയാ. വാപ്പ പറയുന്നു, മോളെ, നാട്ടുകാരുടെ മുന്നിൽ ഇനി എനിക്ക് തല ഉയർത്തി നടക്കാൻ കഴിയില്ല. എൻ്റെ പൊന്നുമോൾ, ഉപ്പാനോട് ഒരല്പമെങ്കിലും സ്നേഹമുണ്ടെങ്കിൽ പോകരുത്. കോടതി കിടന്ന് കാലി പിടിച്ച് കരഞ്ഞാലും ഓള് പറയും, എനിക്ക് ചേട്ടനെ മതിയെന്ന്. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. എന്തേ കാരണം? എന്തേ കാരണം? ഇനിയും മനസ്സിലാകുന്നില്ലെങ്കിൽ ഞാൻ ചോദിക്കട്ടെ. റമളാൻ 1-ന്റെ അന്ന് എല്ലാ ഇബ്ലീസുകളെയും മലക്കുകൾ ചങ്ങലക്കിടുമെന്ന് നബിയിനാ റസൂലുള്ളാഹി ഇടൂലേ? ഇടുവോ? ഉള്ളത് പറ മനുഷ്യ, ഇടുവോ? എല്ലാ ശൈത്താന്മാരെയും ചങ്ങലക്കിടുവോ? ഇടുവോ ഇല്ലേ? ഇടുവോ ഇല്ലേ? നിങ്ങളെന്താ സംശയായ? എടാ, എല്ലാ ശൈത്താന്മാരെയും മലക്കുകൾ പിടിച്ച് ചങ്ങലക്കിടൂലേ? ചങ്ങലക്കിട്. എന്നാലും കാടാമ്പുഴയിലൂടെ നോമ്പും പിടിക്കാതെ മുണ്ടും മടക്കി കുത്തി വീടിയും വലിച്ച് നടക്കുന്ന മുസ്ലിമീങ്ങളായ കാക്കാമാരില്ലേ? ഇല്ലേ? എടാ, അമുസ്ലിം നോമ്പ് പിടിക്കണം റമളാൻ മാസത്തില്. അമുസ്ലിമീങ്ങൾ പോലും പിടിക്കുന്നു, റമളാൻ മാസത്തെ ബഹുമാനിക്കുന്നു. പള്ളി കയറാത്തവന്മാരില്ലേ? ഇല്ലേ? അപ്പൊ ഓന്റെ ശരീരത്ത് കൂടി ഇരിക്കണ ശൈത്താൻ ഏതാ? അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഉറക്കപ്പുറം ഈമാൻ നൽകുമാറാകട്ടെ. ആ പുറത്ത് നിൽക്കുന്നവരോട് 2 കാര്യം. ഒന്നുകിൽ നിങ്ങൾ കയറി സ്വർഗത്തിലിരിക്ക്, ഇല്ലെങ്കിൽ വീട്ടിൽ പോയി കിടന്നുറങ്ങും. സംഘാടകരൊക്കെ ഇങ്ങനെ ഇറങ്ങിക്ക്. നിങ്ങൾ അവിടെ നിന്നാൽ ഞാൻ എന്തെങ്കിലും പറയും. ആ വാട മക്കളെ ഇറങ്ങട, താഴെ ഇറങ്ങും. സംഘാടകർ ഇറങ്ങിക്കോ, അവരെ പോകേണ്ടവർ അവർ നോക്കിക്കോളൂ. നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്ക്. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. സ്വർഗത്തിൽ പോകാൻ ആഗ്രഹമുള്ളവരൊക്കെ ഒന്ന് കൈവക്കിക്കേ. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഈ റോഡിൽ നിൽക്കുന്നവരുടെ ആഗ്രഹം എന്തെന്നറിയോ? സ്വർഗത്തിൽ പോകണമെന്ന്. ഈ റോഡിൽ നിൽക്കുന്ന ചങ്ങാതിമാരുടെ ആഗ്രഹം സ്വർഗത്തിൽ പോകണം. എടാ, വയല് കേട്ടില്ലെങ്കിൽ നരകത്തിൽ പോകുമോ? പോത്തൊന്നുമില്ല. അള്ളാഹു ചോദിക്കത്തില്ല, സിറാജിന്റെ വയല് കേൾക്കാൻ പോകാത്തത് കൊണ്ട് നരകത്തിയാക്കോ? ഇല്ല, എനിക്ക് അവന് ഇഷ്ടമില്ലായിരുന്നല്ല, ഞാൻ പോയില്ലല്ല, ഒരു കുഴപ്പമില്ല. പക്ഷേ വയല് നടക്കുന്ന മജ്ലിസ് കണ്ണിന്റെ മുന്നിൽ കണ്ടിട്ട് വീട്ടിൽ നിന്ന് ഇവിടെ വരെ വന്നിട്ട് കേറാതെ പുറത്തു നിന്നാ പറയണം അള്ളാന്റെ അടുക്കല്, ദുനിയാവിലെ സ്വർഗമാണ് ഈ കാണുന്ന മജ്ലിസ്. ഈ ദുനിയാവിലെ സ്വർഗത്തിൽ 5 മിനിറ്റ് കയറിയിരിക്കാൻ പറ്റാത്തവനാ ഇനി അവിടത്തെ സ്വർഗത്തിൽ പോണേ. അള്ളാഹു കാക്കുമാറാകട്ടെ. കണ്ണെതറിയ വെള്ളിയാഴ്ചയിൽ റമളാൻ മാസം ഒരുമിച്ച് വന്നിട്ട് ഞാൻ പള്ളിയിൽ കയറിയിട്ടില്ല, പിന്നെ ഇനി എന്ന് പറഞ്ഞ പോലെ കണ്ണിന്റെ മുന്നിൽ സ്വർഗം കാണിച്ചു തരുന്ന അള്ളാഹ് ഈ സ്വർഗത്തിൽ കയറിയിരിക്കടാ. ഇല്ല അല്ല, ഞാൻ ഗേറ്റിന്റെ അവിടെ കാവൽക്കാരനാ, നാളെ അവിടെ കാവലായിട്ട് നിൽക്കേണ്ടി വരും. അള്ളാഹു കാക്കുമാറാകട്ടെ. അതുകൊണ്ട് സംഘാടകരാണോ ആരോ
വഴുത് കേൾക്കണമെങ്കിൽ വഴുത് കേൾക്കുക. സംഘാടകർക്ക് ഇപ്പോൾ അവിടെ നിൽക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. വണ്ടി ഓടിക്കേണ്ട ലൈസൻസ് എടുത്തിട്ടുണ്ട്, അവൻ പൊക്കോളും. വരേണ്ടവനും പോകേണ്ടവൻ അവൻ്റെ കാര്യം നോക്കും. ഒന്നുകിൽ നിങ്ങൾ അകത്ത് കയറ്, ഇല്ലെങ്കിൽ വീട്ടിൽ പോയി കിടന്നുറങ്ങ്. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഞാൻ പറഞ്ഞു വന്നത്, ഈ പെൺകുട്ടിയുടെ മുന്നിൽ കിടന്ന് പറഞ്ഞിട്ടും എന്തുകൊണ്ട് അവൾ ഉൾക്കൊന്നില്ല? ഉസ്താദന്മാരും മരണവും ഖബറും നരകവും പരലോകവും മഹ്ശറും സിറാത്തും മീസാനുമൊക്കെ ഉസ്താദന്മാര് പറഞ്ഞു കൊടുത്തിട്ടും എന്തുകൊണ്ടാണ് എന്റെ ചെറുപ്പക്കാർക്ക് തിരിയാത്തത്? എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ എവിടെന്ന് പറയുകയാ, എടോ പറയുന്നത് കേട്ടാലല്ലേ അവന് നന്നാകാൻ പറ്റൂ. ഉമ്മ കിടന്ന് നിലവിളിച്ചുകൊണ്ട് പറയുന്നത് പൊന്നുമോള് കേൾക്കണമല്ലോ, അവള് കേട്ടാലല്ലേ നന്നാകാൻ പറ്റൂ. ഉസ്താദ് വെള്ളിയാഴ്ച പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്തോതിയിട്ട് അർത്ഥം പറഞ്ഞു കൊടുക്കുമ്പോ അത് കേട്ടാലല്ലേ നന്നാകാൻ പറ്റൂ. എന്റെ പ്രിയപ്പെട്ടവരെ, ഖുർആൻ പറയുകയാ, വഇദ് ഖാല മൂസാ ലിഖൗമിഹി യാ ഖൗമി ലിമ തുദൂനനി വഖദ് തഅലമൂന അന്നി റസൂലുള്ളാഹി ഇലൈക്കും ഫലമ്മാ സാഗൂ അസാഅ അല്ലാഹു ഖുലൂബഹും വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ഫാസിഖീൻ. മൂസാ നബി അലൈഹിസ്സലാം തന്റെ ജനതയോട് ചോദിക്കുകയാ, എന്തിനാ നിങ്ങൾ എന്നെ ഉപദ്രവിക്കുന്നത്? നിങ്ങൾ എന്തിനാണ് എന്നെ നിങ്ങൾ ഉപദ്രവിക്കുന്നത്? അല്ലാഹു നിങ്ങളിലേക്ക് അയക്കപ്പെട്ട പ്രവാചകനാണല്ലോ ഞാൻ. എന്തിനാ നിങ്ങൾ എന്നോട് ഇങ്ങനെ ചെയ്യുന്നത്? ഖുർആൻ പറയുകയാ, എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹു ചെവിയങ്ങടയ്ക്കുകയാ. അവന്റെ ചെവി അല്ലാഹു അടച്ചു കളയുകയാണ്, ഹൃദയമങ്ങ് സീല് വെക്കുകയാണ്. പിന്നെ എങ്ങനാ നീ പറയുന്നത് കേൾക്കുന്നത്? ചെവി അടച്ചു കഴിഞ്ഞാൽ, അല്ലാഹു ചെവി അടച്ചു വെച്ച് കഴിഞ്ഞാൽ, ഫലമ്മാ സാഉ അസാഅ അല്ലാഹു ഖുലൂബഹും വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ഫാസിഖീൻ. മൂസാ നബിയുടെ അനുയായികളെ കുറിച്ച് പറയുമ്പോ ഖുർആൻ പറയുകയാ, അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, പിന്നെ നിന്റെ ഹൃദയത്തിന്റെ അകത്തേക്ക് ഈമാനിന്റെ വെളിച്ചമിറങ്ങൂല. അല്ലാഹു നിന്നെ നന്നാക്കില്ലടോ. പാപ്പാ പ്രായം ചെന്ന് 50 60 70 80 മരണമ കണ്ണിന്റെ മുന്നിൽ വന്നാലും നന്നാകാത്തതിന്റെ കാരണം എന്തെന്നറിയുമോ? അല്ലാഹു നിന്നെ നന്നാക്കൂല. അല്ലാഹു നിന്നെ നന്നാക്കണമെങ്കിൽ നിനക്ക് നന്നാകണമെന്ന് തോന്നണം. എനിക്ക് നന്നാകണമെന്ന് തോന്നിയാലേ അല്ലാഹു എന്നെ നന്നാക്കൂ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഉറക്കപ്പറല്ല, ഈമാൻ നൽകുമാറാകട്ടെ. നമ്മളറിയില്ല, 99 പേരെ കൊന്ന ഒരു മനുഷ്യനുണ്ട്. 99 പേരെ കൊന്ന ഒരു മനുഷ്യന് ചിന്തിക്കുന്നു, അല്ലാ ഞാൻ 99 പേരെ കൊന്നല്ലോ, അല്ലാ പടച്ചോനെ എനിക്ക് അല്ലാഹു പുറത്തു തരുവോ, ഒന്ന് നന്നാകണം. 99 പേരെ കൊന്ന മനുഷ്യൻ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഒരാളെ കണ്ടു. അദ്ദേഹത്തോട് പറഞ്ഞു, കാക്കാ ഞാൻ 99 പേരെ കൊന്നിട്ടുണ്ട്, അല്ലാഹു എനിക്ക് പുറത്തു തരുവോ? നിനക്കോ 99 പേരെ കൊന്ന നിനക്കല്ല പുറത്തു തരുവോടാ? ഇല്ലടാ. എന്നാ പിന്നെ 100 തികയട്ട. അവനെ കൂടെ ഒറ്റ വെട്ട്, അവനെയും കൊന്നു കളഞ്ഞു. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. 99 പേരെ കൊന്ന മനുഷ്യൻ വഴിയിൽ വെച്ച് കണ്ട ഒരാളോട് ചോദിച്ചു, ഞാൻ 99 പേരെ കൊന്ന, അല്ല നിനക്ക് പുറത്തു തരുവോ? ആ മനുഷ്യൻ പറഞ്ഞു, നിനക്ക് പുറത്തു തരൂല. എന്നാ പിന്നെ നിന്നെയും കൂടെ സെഞ്ചുറി അടിച്ചേക്കാം. ഓനെയും കൊന്നു. 100 പേരെ കൊന്നു. നടന്നു പോകുന്ന വഴിയിൽ രണ്ടാമതൊരാളെ കാണുകയാ, ഒരു ഉസ്താദിനെ, ഒരു ആലിമിനെ. ജാഹിലും ആലിമും തമ്മിലുള്ള വ്യത്യാസം പഠിച്ചോ? ജാഹിലും ആലിം, ഇൽമു പഠിച്ചവനും ഇൽമു പഠിക്കാത്തവനും തമ്മിലുള്ള മസ്തരി ഒതുക്കുമ്പോൾ സൂക്ഷിക്കണം. ആദ്യം കണ്ടവനോട് ചോദിച്ചു, ഞാൻ 99 പേരെ കൊന്നു, അല്ല പുറത്തു തരുമോ? നിനക്ക് പുറത്തു തരൂല. 100 തികച്ചിട്ട് പോകുമ്പോ ഉസ്താദിനെ കണ്ടു, ഉസ്താദേ ഞാൻ 100 പേര് 99 1 100 തികച്ചിട്ട് വരികയാ, അല്ല എനിക്ക് പുറത്തു തരുവോ? അല്ല നിനക്ക് പുറത്തു തരൂടാ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഇതാണ് മനസ്സിലാക്കേണ്ടത്. മസ്തരി ചോദിക്കുമ്പോൾ എപ്പോഴും വിവരമുള്ളവരോട് ചോദിക്കണമെന്ന് പറയുന്നത് അതുകൊണ്ടാ. തടിയും തഴമ്പും നോക്കിയിട്ട് മാത്രം ചോദിക്കരുത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ മനുഷ്യൻ 100 പേരെ കൊന്നവനാ. നിനക്ക് അല്ല പുറത്തു തരും. നിനക്കറിയോ ആ മനുഷ്യൻ
ആ മനുഷ്യനോട് ഉസ്താദ് പറഞ്ഞു കൊടുത്തു, ആ മഹാമനുഷ്യൻ പറഞ്ഞു കൊടുത്തു, ഈ നാട് നിങ്ങൾക്ക് നല്ല നാടല്ല, ഇവിടെ നിങ്ങൾ ഇനി നന്നായി ജീവിച്ചാലും വളരെ ബുദ്ധിമുട്ടാണ്. അപ്പുറത്തൊരു നാടുണ്ട്, നല്ലവര് താമസിക്കുന്ന നാട്, ആ നാട്ടിലേക്ക് പൊക്കോ. ആ മനുഷ്യൻ ആ നാട്ടിലേക്ക് പോകുന്ന വഴിയിൽ മരിച്ചുപോയി. ആ മനുഷ്യൻ മരണപ്പെട്ട ഉടനെ സ്വർഗത്തിന്റെ മലക്കും വന്നു, നരകത്തിന്റെ മലക്കും വന്നു. സ്വർഗത്തിന്റെ മലക്കുകൾ പറഞ്ഞു, ഇവൻ നന്നായി തൗബ ചെയ്തിട്ട് വന്നവനാ, അതുകൊണ്ട് ഇവന് സ്വർഗമാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് വേണം. നരകത്തിന്റെ മലക്കുകൾ പറഞ്ഞു, ഇല്ല, 100 പേരെ കൊന്നവനാ, ഇവൻ ഒരു നന്മയും ചെയ്തിട്ടില്ല, ഇവൻ ഞങ്ങൾക്കുള്ളതാ. മലക്കുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കമായി. വസ്തുവിന് വേണ്ടിയല്ല, അത് മനസ്സിലാക്ക്. ഉപ്പാന്റെ സ്വത്തിന് വേണ്ടിയായിരുന്നില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു മനുഷ്യന് വേണ്ടി അവർ വഴക്കുകൂടി. അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് മധ്യസ്ഥത വന്നു, കടന്നു വന്നു, വിഷയം പരിഹരിച്ചു കൊടുത്തു. ചരിത്രം പറയുന്നു, ഈ മനുഷ്യൻ ജീവിച്ചിരുന്ന നാടും മരിച്ച സ്ഥലവും തമ്മിൽ അളക്കാൻ പറഞ്ഞു. ഇവിടെയാണും അതുപോലെ പോകുന്ന നാടും തമ്മിൽ അളക്കാൻ. ഏത് സ്ഥലത്തിലേക്കാണോ അടുത്തിരിക്കുന്നത്, ഈ ജീവിച്ച നാടാണെങ്കിൽ നരകത്തിൽ, പോകുന്ന നാടാണെങ്കിൽ സ്വർഗത്തിൽ. ചരിത്രം പറയുകയാ, അള്ളാഹു ആ നല്ല നാട് അടുപ്പിച്ചു കൊടുത്തു, ആ മനുഷ്യന് സ്വർഗം കൊടുത്തു എന്ന് മഹാനായി നബിയിന റസൂലുള്ളാഹി. ഇതാടോ മനുഷ്യ, ചിന്തിക്കണം, നന്നാകണം, നമുക്ക് തോന്നണം. ഞാൻ പറഞ്ഞു വന്നത്, അള്ളാഹുവിന്റെ ഖുർആനിന്റെ ആയത്തുകൾ ഇങ്ങനെ ഓതിയിട്ട് അർത്ഥം പറയുമ്പോ നീ ആലുവാക്കടപ്പുറത്ത് കണ്ട പരിചയം പോലും ഇല്ലാതെ നടന്ന നിന്നെ പിന്നെ എങ്ങനെ നന്നാക്കാനാ? ഇറങ്ങൂലടോ. നിന്റെ ഹൃദയം, നിന്റെ ചെവി, നിന്റെ ഹൃദയം അള്ളാഹു അടച്ച് സീല് വെക്കും. പിന്നെ എത്ര നന്മ പറഞ്ഞാലും നിന്റെ ചെവി കൊണ്ട് നീ കേൾക്കില്ല, നിന്റെ ഹൃദയത്തിലേക്ക് ഇറങ്ങില്ല. അള്ളാഹ് നിന്നെ കൈവിട്ട് കളയും. അള്ളാഹു കാക്കുമാറാകട്ടെ, അള്ളാഹു കാക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ വെറുതെ പറഞ്ഞതല്ല. അള്ളാഹു പറയുകയാ, വൈന തദഊഹും ഇലൽ ഹുദാ ഫലൻ യഹ്തദൂ ഇദൻ അബദാ. പരിശുദ്ധമായ ഖുർആൻ ഇവിടെന്ന് പറയുകയാണ്. രണ്ടാമത്തത് വിശദീകരിക്കുന്നില്ല. രണ്ടാമത്തെ ശിക്ഷ എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുന്ന, വമൻ അളിലമു മിമ്മൻ ദുക്കിറ ബിആയാതി റബ്ബി സുമ്മ അഅറള അൻഹാ ഇന്നാ മിനൽ മുജ്രിമീന മുൻതഖിമൂൻ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്തുകൾ കേട്ട് അവഗണിക്കുന്നവരുണ്ടല്ലോ, പരിഗണിക്കാത്തവരുണ്ടല്ലോ, അവൻ അല്ലാഹു ഒരുക്കി വച്ചിരിക്കുകയാ, അല്ലാഹു അവന് തയ്യാറാക്കി വച്ചിരിക്കുകയാണ്. അവന് വേണ്ടി ഭയാനകമായ നരകത്തിന്റെ ശിക്ഷകൾ അല്ലാഹു ഒരുക്കി വെച്ചിട്ടുണ്ടെന്ന് ഖുർആൻ എവിടെന്ന് പറയുമ്പോ, നരകത്തെ കുറിച്ച് പറയുമ്പോ 2022 ജീവിക്കുന്ന ചെറുപ്പക്കാരൻ ചോദിക്കുകയാ, ഉസ്താദേ, നരകം എവിടെയായിരിക്കുന്നത്? ആകാശത്തിലാണോ, ഭൂമിയുടെ അടിത്തട്ടിലാണോ, വെള്ളത്തിനടിയിലാണോ, എവിടെയാണ് നരകമിരിക്കുന്നത്? ഇതൊക്കെ ചുമ്മാതെയല്ലേ ഉസ്താദ്? 300 കൊല്ലം നരകം കത്തിച്ചല്ലോ, അത് വെളുപ്പായിരുന്നു, ചുമപ്പായിരുന്നു, കളറ് മാറി എന്നൊക്കെ പറയുന്നല്ലോ. ഇതൊക്കെ ചുമ്മാതെ പറയുന്നതല്ലേ? ചെറുപ്പക്കാരെ കളിയാക്കുകയാ, അവരൊക്കെ നിസാരമാക്കുകയാണ്, ഇതൊക്കെ ഇല്ല എന്ന് പറയുകയാണ്. തോന്നിവാസികളെ പോലെ അവനവൻ ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഇങ്ങനെ ജീവിതം ആസ്വദിച്ച് തീർക്കുകയാ. ഉസ്താദേ, അല്ലാഹു തന്ന ജീവിതം അത് ആസ്വദിക്കാനുള്ളതാണ്, അത് സുഖിക്കാനുള്ളതാണ്, അല്ലാതെ നിങ്ങൾ പറയുന്നത് പോലെ സ്വപ്നലോകത്തെ ജീവിക്കാനുള്ളതല്ല, മരിച്ചതിന് ശേഷം ജീവിക്കാനല്ല. ദുനിയാവിലെ ജീവിതം അടിച്ചു പൊളിക്കാനുള്ളതാണെന്ന് പറഞ്ഞ് നരകം പോലും ഇല്ലെന്ന് പറയുന്ന ചെറുപ്പക്കാരാ, വേണമെങ്കിൽ വിശ്വസിച്ചാ മതിയടാ. ഇന്ന് നീ ചോദിക്കും നരകം എവിടെയെന്ന്. ഇല്ല എന്ന് പറയുന്ന എന്റെ പ്രിയപ്പെട്ട യുവത്വത്തിനോട്, എടാ, എങ്കിലും നരകമുണ്ടോ ഇല്ലയോ എന്ന് കാണുന്ന ഒരു സമയമുണ്ട്. എപ്പോഴാണ് നരകമുണ്ടോ ഇല്ലയോ എന്ന് കാണുന്ന ഒരു സമയമുണ്ട്. കാടാമ്പുഴ പള്ളിയുടെ ഖബർസ്ഥാനിൽ ഒരു ദിവസം നിന്നെ കൊണ്ടുവന്ന് കുടിച്ചിടുമല്ലോ. ഇസ്രാഫീൽ എന്ന് പറയുന്ന മലക്ക് സൂറെന്ന് പറയുന്ന കാഹളത്തിൽ രണ്ടാമത് മൂതുമ്പോ കാടാമ്പുഴ പള്ളിയുടെ ഖബർസ്ഥാനിൽ നിന്ന് എഴുന്നേൽക്കുകയാണ്.
പട്ടിയുടെയും പന്നിയുടെയും കഴുതയുടെയും പേപ്പട്ടിയുടെയും നടന്നു വരുന്നവർ, ഇഴഞ്ഞു വരുന്നവർ, മുഖത്ത് മാംസമില്ലാത്തവർ, കുഷ്ഠരോഗികളെ പോലെ വരുന്നവർ, പട്ടിയുടെയും പന്നിയുടെയും കോലത്തിൽ കടന്നു വരുന്നവർ, ഉടുതുണിയില്ലാതെ നാളെ പടച്ചറപ്പിന്റെ പരലോകത്തേക്ക് കാടാമ്പുഴ പള്ളിയുടെ കബർസാലിൽ നിന്ന് എഴുന്നേറ്റ് വരുമല്ലോ. അതാ ആടുമാടുകളെ നയിച്ചു കൊണ്ടുപോകുന്നത് പോലെ അള്ളാഹുവിന്റെ സബാനിയത്തിന്റെ മലക്കുകൾ നിന്നെ കബറിനകത്ത് നിന്ന് കൊണ്ടുവരുമല്ലോ. അള്ളാഹുവേ, തല ഉയർത്താ നിനക്ക് പേടിയാ. നാളെ പടച്ചറപ്പിന്റെ പരലോകത്ത് ഉമ്മ പ്രസവിച്ചിട്ടതുപോലെ ചേലാകർമ്മം ചെയ്യാതെ ഉടുതുണിയില്ലാതെ നാളെ റബ്ബിന്റെ കോടതിയിലേക്ക് ചെമ്പിന്റെ തറയിലൂടെ നടക്കുകയാണ്. ചെമ്പിന്റെ തറയിൽ കൊണ്ടുവന്ന് പടച്ചറപ്പ് നിന്നെ നിർത്തുകയാ. പടച്ചവനെ, ഒരു ചാണ് മുകളില് അതാ 10-15 ലക്ഷം കിലോമീറ്ററുകളിൽ മുകളിൽ നിൽക്കുന്ന സൂര്യന്റെ ചൂടുണ്ടല്ലോ. ഈ പാതിരാത്രി 9:30 കഴിഞ്ഞ് 10 മണിയോടടുക്കുമ്പോ ഈ സമയത്ത് പോലും ആ ചൂടിന്റെ ചൂട് എനിക്കും നിങ്ങൾക്കും ബുദ്ധിമുട്ടാവുകയാണ്. ശരീരം ഇങ്ങനെ വിയർക്കുകയാ. സൂര്യൻ അസ്തമിച്ചൊരുപാട് സമയം കഴിഞ്ഞു, എന്നിട്ടും ചൂട് സഹിക്കാൻ പറ്റുന്നില്ല. ശരീരം വിയർക്കുകയാണ്. എങ്കിൽ ആ ലക്ഷക്കണക്കിന് കിലോമീറ്ററുകളിൽ മുകളിൽ നിൽക്കുന്ന സൂര്യനുണ്ടല്ലോ, അന്ന് ഒരു ചാണ് മുകളിലാ. ചെമ്പിന്റെ തറയില് ചെരുപ്പില്ലാതെ ഉടുതുണിയില്ലാതെ അല്ലാഹുവിന്റെ കോടതിയിൽ ഇങ്ങനെ തല താഴ്ത്തി നിൽക്കുമ്പോ ഒരു ചാട് മുകളിൽ ഇങ്ങനെ സൂര്യൻ നിൽക്കുകയാണ്. പടച്ചവരെ, അന്ന് വിയർപ്പിന്റെ അകത്ത് അരവരെ, നെഞ്ചുവരെ, കഴുത്തുവരെ ജനങ്ങൾ ഇങ്ങനെ വിയർപ്പിന്റെ അകത്ത് മുങ്ങുകയാ. ഒരു ദിവസം വരാനുണ്ടടാ ചെറുപ്പക്കാരാ, ചൂടുള്ള നാളുണ്ട്, ഖിയാമം നാളാ. ചുരുക്കി പറഞ്ഞാൽ എന്തു ഹാലാ ചൂടാ. വൻദോഷ വണ്ടിയുമായി വരുന്നേ കാളാ. ക്ഷീണത്തിനാലൊലിക്കുന്നതാണേ ഈള. സുഹൃത്തുക്കളെ, സുഹൃത്തുക്കളെ, തിളയ്ക്കുന്നതാണേ മൂള. അമലൊന്നുമില്ല ദങ്ങു ചെന്നാ കോള. പണ്ടുള്ള വീടുകൾ കണ്ടിട്ടുണ്ടോ? പടച്ചവനെ, വെള്ളം കലർത്തി ചെളിമണ്ണ് കൊണ്ട് ചെറിയ ചെറിയ കട്ടകൾ ഉണ്ടാക്കുമല്ലോ. അത് ഉണക്കിയിട്ട് അടുക്കി വെച്ചിട്ട് പച്ചവിറക് കൊണ്ടുവന്ന് കത്തിച്ചിട്ടുന്ന ചൂള കണ്ടിട്ടുണ്ടോ? ഈ പള്ളിയുടെ മുന്നിലൂടെ കാളവണ്ടി പോകുന്നത് കണ്ടിട്ടുണ്ടല്ലോ. കാള ചുമടിങ്ങനെ വലിച്ചു കൊണ്ട് പോകുമ്പോ വായിലൂടെ പതയും നൊരയും ഇങ്ങനെ ഒഴുകുന്നത് കണ്ടിട്ടില്ലേ? എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, അടുക്കളയിലും ചോറ് വെക്കുമല്ലോ. ചോറിങ്ങനെ തിളച്ചിട്ട് പൊങ്ങുകയാ. അടുക്കളയിൽ ചോറ് വെക്കുമ്പോ പടച്ചവനെ, ചോറിങ്ങനെ തിളച്ചു പൊങ്ങുമല്ലോ. എങ്കില് നാളെ പടച്ചറപ്പിന്റെ പരലോകത്ത് നിന്റെ തലയോട്ടിക്കകത്ത് കിടക്കുന്ന തലച്ചോറ് തിളയ്ക്കുമടി മോളെ. തലച്ചോറ് തിളയ്ക്കുകയാ. മുഖത്തുകൂടെ ഒലിക്കുന്ന ഒരു ദിവസം വരാനുണ്ട്. യാ വൈലതാ, യാ ഹസ്രതാ, എന്റെ നാശമേ എന്ന് പറഞ്ഞുകൊണ്ട് തല താഴ്ത്തിപ്പിടിച്ച് കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന ദിവസമുണ്ടല്ലോ. മുഖറബുൽ അംലാഖ് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം, നരകത്തിന്റെ കാവൽക്കാരനായ മാലിക് എന്ന് പറയുന്ന മലക്കുണ്ടല്ലോ. ആ മലക്കിനോട് പറയുന്നു, മാലിക്, നരകത്തെ കൊണ്ടുവരാൻ അല്ലാഹു പറഞ്ഞിരിക്കുകയാ. നരകത്തെ കൊണ്ടുവരാൻ അല്ലാഹു പറഞ്ഞിരിക്കുകയാ. എങ്ങനെയാണ്
ജിബ്രീൽ, എങ്ങനെയാണ് ജിബ്രീൽ, നരകത്തെ എങ്ങനെ കൊണ്ടുവരാനാണ് ജിബ്രീൽ? അല്ലാഹുവിന്റെ കൽപ്പനയാണ് മാലിക്. നരകത്തിന്റെ കാവൽക്കാരനായ മാലിക് എന്ന് പറയുന്ന മലക്കുണ്ടല്ലോ, അതാ തന്റെ അനുയായികളെയും വിളിച്ചുകൊണ്ട് നരകത്തിന്റെ ഒരു ഭാഗത്തേക്ക് കടന്നു ചെല്ലുകയാ. പടച്ച റബ്ബേ, 70,000 ചങ്ങലകളിൽ ബന്ധിപ്പിക്കുകയാ, 70,000 ചങ്ങലകളിൽ ബന്ധിപ്പിക്കുകയാ. ഒരു ചങ്ങലയിൽ പിടിക്കുന്നത് 70,000 മലക്കുകളാ, ഒരു ചങ്ങലയിൽ പിടിക്കുന്നത് 70,000 മലക്കുകളാ. ഞാനും നിങ്ങളും ചങ്ങലകൾ കണ്ടിട്ടുണ്ടല്ലോ, ആ ചങ്ങലയിൽ ഇങ്ങനെ കൊളുത്തുകൾ ചേർത്ത് വെച്ചിട്ടുണ്ടല്ലോ, ആ ചങ്ങലയിൽ ഇങ്ങനെ ചെറിയ ചെറിയ കൊളുത്തുകളുണ്ടല്ലോ. നരകത്തെ വലിച്ചു കൊണ്ടുവരുന്ന ചങ്ങലയില് ഒരു കൊളുത്തിന്റെ വലുപ്പം നിനക്കറിയണോ? ഈ കാണുന്ന പ്രപഞ്ചമുണ്ടല്ലോ, ഈ കാണുന്ന ഭൂമിയുണ്ടല്ലോ, അതിനേക്കാളും വലുതാണ് മോനെ. അങ്ങനെയുള്ള ചങ്ങലകളിൽ നരകത്തെ ബന്ധിപ്പിച്ചു മലക്കുകൾ ഇങ്ങനെ തലതാട്ടിപ്പിടിച്ച് കരഞ്ഞുകൊണ്ട് കൊണ്ടുവരികയാണ്. അല്ലാഹുവിന്റെ കോടതിയിലേക്ക് നരകത്തെ ഇങ്ങനെ കൊണ്ടുവരുമല്ലോ. വൈദാ റഅതഹും മിൻ മകാനിൻ ബഈദ്, ആ നരകത്തെ ഇങ്ങനെ വലിച്ചു കൊണ്ടുവരുന്ന രംഗം കാണുമ്പോ ഇല്ലെന്ന് പറഞ്ഞ ചെറുപ്പക്കാരാ, നീ അല്ലാഹുവിനോട് പറയുകയാ, നീ അല്ലാഹുവിനോട് പറയുകയാ, റബ്ബനാ അബ്സറിനാ വസമിഅനാ ഫർജിഅനാ. അല്ലാഹുവേ, എന്റെ രക്ഷിതാവായ അല്ലാഹ്, നരകമ കണ്ടു റബ്ബേ, നരകത്തിന്റെ തീ കണ്ടു റബ്ബേ, നരകത്തിന്റെ വലിപ്പം കണ്ടു റബ്ബേ, ആ നരകത്തിന്റെ ഭയാനകമായ അദാബുകളെ ഞാൻ എന്റെ കണ്ണുകൊണ്ട് കാണുന്നു പടച്ചവനെ. വസമിഅനാ, കേൾക്കുന്നു റബ്ബേ, ആ നരകം കടന്ന് വിളിക്കുന്ന ശബ്ദം ഞാൻ കേൾക്കുന്നു റബ്ബേ. എനിക്ക് വിശ്വാസമായി തമ്പുരാന്, ഞാനെല്ലാം എന്റെ കണ്ണുകൊണ്ട് കണ്ട് തമ്പുരാന്. അതുകൊണ്ട് ഫർജിഅനാ, ഒരവസരമതാ അല്ലാഹ്, ഒരവസരമതാ അല്ലാഹ്. ഇന്ന് നാളെ പരലോകത്ത് കടന്ന് തെണ്ടുമെന്ന് പറയുന്നത് അല്ലാഹുവിന്റെ ഖുർആനാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട യുവതവേ, മോനെ, ഖുർആനിന്റെ ആയത്ത് ഓതിയിട്ട് നിസ്കരിക്കണമെന്ന് പറയുമ്പോ നീ പറയും അത് പള്ളിയിലെ ഉസ്താദന്മാർക്കുള്ളതാണ്, പ്രായം ചെന്ന ഉപ്പമാർക്കുള്ളതാണ്. പരിഗണിക്കാറില്ലല്ലോ. രോഗം പിടിച്ച പ്രായമുള്ള വാപ്പമാര് പോലും കാടാമ്പുഴ പള്ളിയിലേക്ക് നടന്നിങ്ങനെ പോകുന്നത് കാണുമല്ലോ. ഈ പള്ളിയുടെ മുമ്പിൽ പടച്ചവനെ നീ ഇരുന്നാലും ഒന്ന് നിസ്കരിക്കാൻ പോകാൻ മടിയാ, നിനക്ക് മടിയാണല്ലോ. വീടിനടുത്ത പള്ളിക്കകത്ത് നിസ്കാരം നടക്കുന്ന ശബ്ദം നിന്റെ വീട്ടിലിരുന്നാ കേൾക്കാമല്ലോ, പോകാൻ മടിയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, മോനെ, അല്ലാഹുവിനെ പേടിച്ച് നടക്കടാ. മരണമുണ്ടടാ, ഖബറുണ്ടടാ, നരകമുണ്ട്, പരലോകമുണ്ട്, സിറാത്തും മീസാനും ഒക്കെ ഉണ്ടടാ. അല്ലാഹു ഒരുപാട് ശിക്ഷകൾ ഒരുക്കി വെച്ചിട്ടുണ്ട് മോനെ. അല്ലാഹുവിനെ മറന്ന് ജീവിക്കരുത്, നല്ലതുപോലെ ജീവിക്കണം. കള്ളു കുടിക്കരുത്, വ്യഭിചരിക്കരുത്, പലിശ തിന്നരുത്, ഔറത്ത് മറക്കണം ചെറുപ്പക്കാരാ. നല്ലതുപോലെ നടക്കണം പൊന്നുമോനെ. അല്ലാഹുവിന്റെ ഖുർആനിന്റെ ആയത്തുകൾ ഓതിയിട്ട് ഉസ്താദന്മാര് പറഞ്ഞു തരുമ്പോ, ഖുർആനിന്റെ ആയത്തുകൾ ഓതിയിട്ട് പറയും, മോനെ നിസ്കരിക്കടാ. അള്ളാഹുവിന്റെ പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കും 5 നേരം നിസ്കരിക്കണം, നിനക്ക് നിസ്കാരം നിർബന്ധവാ. ഓ, പിന്നെ വേറെ പണിയൊന്നുമില്ല. അത് നമ്മളെ ചിന്ത. എടാ, നീ നല്ലതുപോലെ നടക്കടാ ചെറുപ്പക്കാരാ. കള്ളു കുടിക്കരുത്, വ്യഭിചരിക്കരുത്, മോനെ പലിശ തിന്നരുതടാ. അള്ളാനെ പേടിച്ച് ജീവിക്കടാ, ഔറത്ത് മറയ്ക്കടാ. ഞാൻ കീറിയ പാൻറ് വിട്ടോണ്ടേ നടക്കത്തുള്ളൂ ഉസ്താദ്, വേണമെങ്കിൽ മതി. ഉസ്താൻ എന്തറിയാം, ഉസ്താദ് കാട്ടറബിയ. പണ്ടത്തെ കാലത്ത് ഉസ്താൻ ഇതുവരെ തലയ്ക്ക് ഓളവില്ലേ? ഇതൊക്കെ ഫാഷനാ ഉസ്താദ്, കീറന്നിട്ടുകൊണ്ട് നടന്നാൽ അത് ഫാഷൻ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഉറക്കപ്പറ, അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു നമ്മളുടെ മക്കളുടെ ദാരിദ്ര്യം അള്ളാഹു മാറ്റിക്കൊടുക്കുമാറാകട്ടെ. ഉറക്കപ്പറ. വാപ്പ വലിയ ഹാജിയാരാ, വലിയ ബെൻസിലും ഓടിയിലും ഫോർച്യൂണറിലും വാപ്പ നടക്കുന്നു, മോൻ കീറിയ പാൻറ് വിട്ടുകൊണ്ട് നടക്കുന്നു. ദരിദ്രവാസി, നിനക്കിന്ന് വരെ നിന്റെ മോനൊരു നല്ല പാൻറ് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റാത്ത നീ എന്തിന് നടന്നിട്ട് എന്ത് കാര്യം? അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ.
ഉമ്മ മുടി പുറകിലേക്ക് വളർത്തുന്നു, മകൻ മുമ്പിലേക്ക് വളർത്തുന്നു. എത്ര വ്യത്യാസമുള്ളൂ. നിന്റെ വീട്ടിൽ പോയാൽ നിന്റെ ഭാര്യ മുടി പുറകിലേക്ക് വളർത്തുന്നു, നിന്റെ മോനോ ഫ്രണ്ടിലേക്ക് വളർത്തുന്നു. അറിയുന്നില്ല പടച്ചവനെ. കുരുവിയുടെ കൂട് വെച്ചതുപോലെ മുടിയും ചുമന്നുകൊണ്ട് മക്കള് നടക്കുന്നു. ഫാഷൻ പടിപടിയായി വെട്ടിവെച്ചിരിക്കുകയാ. നിനക്കറിയാം മലക്കുകളുടെ ശാപം കിട്ടുമെന്ന്. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കാലം വല്ലാതെ ഇല്ലേ, നിനക്ക് എന്തെല്ലാം അനാചാരങ്ങൾ പടച്ചവനെ നടന്നുകൊണ്ടിരിക്കുന്നു, നമുക്കൊന്നും ഉൾക്കൊള്ളാൻ കഴിയാത്തത്. പണ്ടൊക്കെ പള്ളിയിൽ വെച്ച് നിക്കാഹ് കഴിച്ചു. ഇപ്പൊ കല്യാണം എന്നൊക്കെ പറഞ്ഞ 1 ദിവസം 2 ദിവസം 5 കല്യാണം. മഞ്ഞക്കല്യാണം, വെള്ളക്കല്യാണം, ചുമന്ന കല്യാണം, സർവ്വ കല്യാണം, എന്തൊക്കെ ഇല്ലേ. ഇപ്പൊ പുതിയ ഗാനമേള. എന്നാന്നറിയോ പടച്ചവനെ, ഫർദ ധരിച്ച പെൺകുട്ടികളൊക്കെ ഇങ്ങനെ വീട്ടുകളിൽ, കല്യാണ വീടുകളിൽ പടച്ചവനെ ഗാനമേള നടത്തുന്നു. നല്ലതുപോലെ ഡാൻസ് ചെയ്ത് വീഡിയോ പിടിച്ച് യൂട്യൂബിലിട്ട് കാശുണ്ടാക്കുന്നു. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. എടാ, നിനക്ക് ചെയ്യണമെങ്കിൽ ചെയ്താ പോരെ. ഞാൻ ചോദിക്കുന്നത്, നിന്റെ വീട്ടിൽ ആർഭാടമായി വിവാഹം, ഗാനമേളകൾ. പടച്ചവനെ, പ്രായം ചെന്ന ഉമ്മമാരുടെ ഒക്കെ ഡാൻസ് കാണണം. സുബ്ഹാനല്ലാഹ്. പ്രായം ചെന്ന മക്കളുടെ കല്യാണത്തിൽ, കൊച്ചുമക്കളുടെ കല്യാണത്തിന്റെ അന്ന് പ്രായമുള്ള ഉപ്പയും ഉമ്മയും വീട്ടിൽ കിടന്ന് ഗാനമേളയ്ക്ക് കിടന്ന് ഡാൻസ് ചെയ്യുന്ന വീഡിയോകൾ മൊബൈൽ എടുത്ത് നോക്കിയാൽ കാണാം. ആരടോ? ഈ ഉമ്മത്തടോ, അല്ലാതെ വേറെ ആരുമല്ല. ഈ സമുദായം നരകവും മരണവും ഖബറും പരലോകവും പറഞ്ഞു തരുന്ന ഈ ഉമ്മത്തിന്റെ ഗതികേട്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഇതൊക്കെ പറയുന്ന ഉസ്താദ് പഴഞ്ച, ഓന് വിവരമൊന്നുമില്ലടാ, ഓനിങ്ങനൊക്കെ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞ് നമ്മളെ കളിയാക്കും. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. നിങ്ങൾ ചോദിക്കും, നമ്മുടെ രാജ്യമതാ, ഏത് വസ്ത്രം വേണമെങ്കിലും ധരിക്കാം, ഏത് ഭക്ഷണം വേണമെങ്കിലും കഴിക്കാം, എങ്ങനെ വേണമെങ്കിലും നടക്കാം, ഒന്നും പറയാൻ പറ്റത്തില്ലല്ലോ. പണ്ടൊക്കെ സ്കൂളിൽ ചെന്നാൽ ആൺകുട്ടികൾക്ക് വേറെ സ്കൂള്, പെൺകുട്ടികൾക്ക് വേറെ സ്കൂള്, അല്ലെങ്കിൽ ആൺകുട്ടികൾ വേറെ, പെൺകുട്ടികൾ വേറെ. ഇപ്പൊ പറയുന്നു എല്ലാം കൂടെ ഒരു ബെഞ്ചിൽ ഇരിക്കണമെന്ന്. എന്ത് നല്ല കാലം! ആണുങ്ങളും പെൺകുട്ടികളും ഒരുമിച്ചിരിക്കണമെന്ന് പറയുന്ന കാലം. ഭാര്യ തന്റെ ഇഷ്ടപ്രകാരം മറ്റൊരാളുമായി ശാരീരികമായി ബന്ധപ്പെട്ടാൽ കേസ് പോലുമില്ലാത്ത നാട്. നാലിച്ചയ്ക്ക് എവിടെ എത്തിയെന്ന്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അതുകൊണ്ട് ഞാൻ പറയുന്നു, നിങ്ങൾക്ക് എന്ത് ചെയ്യാനുമുള്ള അവകാശവും സ്വാതന്ത്ര്യം നിങ്ങൾക്കുണ്ട്. അത് നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോ. പക്ഷേ ഒന്നും മറക്കരുത്, ഒന്നും മറന്നു പോകരുത്. എന്റെ പ്രിയപ്പെട്ടവരെ, പ്രായമുള്ള ഒരുപാട് ഉപ്പമാരുള്ള ഏത് കുടുംബത്തിലും ഒരു കാരണവൻ കാണുമല്ലോ, ഒരു പ്രായം ചെന്ന മനുഷ്യൻ കാണുമല്ലോ. ഉപ്പാതിന്റെ കുടുംബത്തിലാണ് ഇങ്ങനെയുള്ള വൃത്തികേടുകൾ നടക്കുന്നത്. കല്യാണത്തിന് ഗാനമേളകൾ നടത്തുന്നല്ലോ. എന്തെല്ലാം പേക്കൂത്തുകളാണ് നിന്റെ വീട്ടിൽ അരങ്ങേറുന്നത്. അത് തെറ്റാണെന്ന് പറയാൻ ഒരു പിതാവ് പോലും ഇല്ലാത്ത വീട്, ആ തെറ്റ് തിരുത്തി കൊടുക്കാൻ ഒരു മനുഷ്യൻ പോലും ഇല്ലാത്ത വീട്. പടച്ചവനെ, പണ്ടങ്ങനെ ഉണ്ടായിരുന്നു. ഇന്ന് മുന്നിൽ നിന്ന് ഡാൻസ് ചെയ്യുന്നതാ പറഞ്ഞു കൊടുക്കേണ്ട വാപ്പയാ. ഇത് തെറ്റാണെന്ന് പറഞ്ഞു കൊടുക്കേണ്ട ഉമ്മയാണ്. നാട്ടുകാരുടെ മുഴുവനും നന്നാക്കുന്ന പള്ളിയുടെ പ്രസിഡന്റ് ആകട്ടെ, സെക്രട്ടറി ആകട്ടെ, കമ്മിറ്റിക്കാരാകട്ടെ, ഹജ്ജ് ചെയ്ത ഹാജിയാകട്ടെ, എവിടെ നോക്കിയാലും ഇന്ന് നടക്കുന്നത് ഇങ്ങനെയാണല്ലോ. അതുകൊണ്ട് എനിക്കൊന്നേ പറയാനുള്ളൂ, എന്തു വേണമെങ്കിലും ചെയ്തോ, എങ്ങനെ വേണമെങ്കിലും നടന്നോ. പക്ഷേ അള്ളാഹുവിന്റെ ഖുർആനിലെ ഒരായത്ത് നിങ്ങൾ ആരും മറന്നു പോകരുത്. അള്ളാഹുവിന്റെ ദീനിനെ നാണം കെടുത്തുന്നവർ, അള്ളാഹുവിന്റെ ദീനിനെ മോശമാക്കുന്നവർ, ദീനിന്റെ നിയമങ്ങളിട്ട് അമ്മാനമാടുന്നവർ, കാര്യം വരുമ്പോ ദീനിന്റെ നിയമങ്ങളെ കാറ്റിൽ പറത്തുന്നവർ, അനാചാരങ്ങൾ നിന്റെ കുടുംബത്തിലേക്ക് കൊണ്ടുവരുമ്പോ, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലെ ഒരായത്ത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. കണ്ടവന്റെ കൂടെ പോവുകയാണ്. പടച്ചവനെ, നിന്റെ സഹോദരന്റെ കൂടെ യാത്ര ചെയ്താൽ എന്ത് സംഭവിക്കാനാ? എന്റെ പ്രിയപ്പെട്ടവരെ,